കർത്താവിൽ വാത്സല്യമുള്ളവരെ, അനുഗ്രഹിക്കപ്പെട്ട ഈ ഒരു സന്ദർഭം ദൈവം നമുക്ക് ദാനമായി നൽകുന്നു. തായ്മുക്ക് ഇമ്മാനുവേൽ മാർത്തമ ഇടവകയുടെ പുതുതായി നിർമ്മിച്ചതായ ദേവാലയത്തിൽ ആദ്യമായിട്ട് വിശുദ്ധ കുർബാന ഇന്ന് അനുഷ്ഠിപ്പാനായിട്ട് ഇടയായിത്തീരുന്നു. ദൈവത്തിന് സ്തോത്രം കരയട്ടെ. ഇടവകയുടെ കഴിഞ്ഞകാല ചരിത്രങ്ങളും പ്രവർത്തന രീതി ഒരുമിച്ച് ഒരു കൂട്ടായ്മ സമൂഹമായിട്ട് വളരുവാനുള്ളതായ താല്പര്യം, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നതായ നല്ല അനുഭവങ്ങളാണ്. മനോഹരമായ ഈ ദേവാലയം ഇന്നലെ പ്രതിഷ്ഠ ചെയ്ത് ഇന്ന് ആരാധന നിർവഹിക്കുമ്പോൾ ദൈവജനത്തിൻ്റെ സന്തോഷം ദൈവസന്നിധിയിൽ പങ്കിടുന്നതായ ഒരു സന്ദർഭമാണ്. പ്രാർത്ഥനയോടുകൂടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അനുഗ്രഹങ്ങൾ ധാരാളമായി പ്രദാനം ചെയ്യുന്നതായ ദൈവത്തിൻ്റെ ഇടപെടൽ അനുഭവിപ്പാനായിട്ട് നമുക്കിടയായിത്തീരും. ആ രീതിയിൽ ഒരു പ്രാർത്ഥന സമൂഹമായിട്ട് കൂട്ടായ്മ ബന്ധത്തിൽ അനുഗ്രഹ ജീവിതം നയിപ്പാൻ തുടർന്നും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദേവാലയം എപ്പോഴും പ്രാർത്ഥന ദൈവസന്നിധിയിൽ ഉയർത്തുന്ന ഇടമാണ്. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ സന്തോഷ അനുഭവത്തിൽ സ്തോത്രം ചെയ്യുന്നതായ സന്ദർഭങ്ങൾ, ഇതെല്ലാം ഒരു ദേവാലയ അന്തരീക്ഷത്തിൽ നാം നിർവഹിക്കുന്നതായ ദൈവഹിതപ്രകാരമുള്ള നമ്മുടെ പങ്കുവയ്ക്കലാണ്. ദൈവസന്നിധിയിൽ നമ്മുടെ മനസ്സുകളെയും ഹൃദയങ്ങളെയും പങ്കുവെച്ച് ദൈവമേ ഞങ്ങളോട് കരുണ തോന്നണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ദൈവാരാധനയിൽ പങ്കുചേരുവാൻ എപ്പോഴും ദൈവം സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്ന് ഇടവകയെ സംബന്ധിച്ച് ആദ്യമായിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതായ 4 കുട്ടികൾ ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട്, കർത്താവായിട്ട് സ്വയമായി ഏറ്റുപറഞ്ഞ് വിശുദ്ധ മേശയിൽ പങ്കുചേരുകയാണ്. സഭയുടെ പൂർണ്ണ സംസർഗത്തിലേക്ക് അവർ പ്രവേശിക്കുമ്പോൾ ഇടവക ഇന്ന് സന്തോഷിക്കുന്ന ദിവസമാണ്. നമ്മുടെ മക്കൾ, തലമുറകൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് ദൈവത്തോടുള്ളതായ ബന്ധത്തിൽ വളരേണ്ടത് ഏറ്റവും ആവശ്യമാണല്ലോ. അതിന് മാതാപിതാക്കളെ ഒരുക്കി ഇടവകയെ അതിന് സജ്ജമാക്കി ഒരുമിച്ച് ഇന്ന് ആ സന്തോഷത്തിൽ പങ്കുചേരുവാൻ നമുക്കിടയായിത്തീരുന്നു. ദൈവത്തിന് സ്തോത്രം കരയറ്റാം. സഭ ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ ആഗമനത്തെ കൊണ്ടാടുന്നതായ സന്ദർഭമാണ്. ക്രിസ്തു സാന്നിധ്യം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുന്നത് എന്ന് ചിന്തിക്കുന്നതായ ദിവസങ്ങളാണ്. ക്രിസ്തുവിൻ്റെ തിരുജനനം ആഘോഷിക്കാനായിട്ട് തിരുസഭ ഒരുങ്ങുമ്പോൾ അതിന് മുന്നോടിയായിട്ട് അതിന് മുൻപേ നടന്നതായ സംഭവങ്ങൾ, ക്രിസ്തു സംഭവം എങ്ങനെ സാധ്യമാകും, ക്രിസ്തുവിൻ്റെ ലോകത്തിൽ ഉള്ളതായ ജനനം, അതിൻ്റെ പ്രത്യേകത എന്താണ്, അതിന് വ്യക്തികളെ ദൈവം എങ്ങനെ എടുത്ത് ഉപയോഗിച്ചു എന്ന് വ്യക്തമായിട്ട് നാം മനസ്സിലാക്കുന്നുണ്ട്. ഇന്ന് വായിച്ചതായ സുവിശേഷ വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതലുള്ളതായ വാക്യങ്ങളാണ്. അതിൽ 19-20 വാക്യങ്ങൾ വീണ്ടും വായിക്കുകയാണ്. അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലാക്കിക്കൊണ്ടും അവളെ ഗൂഢമായി വീക്ഷിക്കുവാൻ ഭാവിച്ചു. ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവൻ്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിൻ്റെ മകനായ യോസേപ്പേ, നിൻ്റെ ഭാര്യയായി മറിയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിൽ ആകുന്നു. ജോസഫ് ക്രിസ്തുവിൻ്റെ ലോകപ്രകാരമുള്ളതായ പിതാവ് എന്ന രീതിയിൽ ഇവിടെ വെളിപ്പെടുത്തുമ്പോൾ മറ്റ് സുവിശേഷങ്ങളിൽ കാണാത്തതായ ഒരു പ്രത്യേക വർണ്ണനയാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നാം കാണുന്നത്.
മറ്റ് സുവിശേഷങ്ങളെല്ലാം കന്യക മറിയം പ്രത്യേകിച്ച് എങ്ങനെയാണ് ദൈവവിളി സ്വീകരിച്ച് ഈ ഒരു വലിയ ദൈവിക ദൗത്യം ഏറ്റെടുത്ത് ഒരു ശിശു ദൈവ പൈതൽ എന്നിലൂടെ ലോകരക്ഷകനായിട്ട് വരുന്നത് എന്ന് വെളിപ്പെടുത്തിയപ്പോൾ വിശുദ്ധ മത്തായി തൻ്റെ സുവിശേഷത്തിൽ ഈ ജോസഫിൻ്റെ ആ ഒരു പ്രത്യേക അനുഭവത്തെപ്പറ്റി ഉള്ള വർണ്ണനയാണ് നൽകുന്നത്. തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്നതായ ഒരു സ്ത്രീ അവളുടെ അവസ്ഥ മനസ്സിലാക്കിയ സാഹചര്യത്തിൽ ഇനി എന്ത് എന്നുള്ളതായ ചോദ്യം തൻ്റെ മനസ്സിൽ ഉയരുകയാണ്. ലോകപരമായിട്ട് ചിന്തിക്കുമ്പോൾ എങ്ങനെ ഇത് കൈകാര്യം ചെയ്യാൻ സാധിക്കും, എന്നാൽ എങ്ങനെയാണ് ഇവിടെ ഒരു പരിഹാരം ഉണ്ടാകുന്നത്? രണ്ട് രീതിയിലാണ് അതിന് പരിഹാരമായിട്ട് തൻ്റെ മുൻപിൽ ഉണ്ടായിരുന്നത്. ഒന്ന്, ന്യായപ്രമാണപ്രകാരം ഉപേക്ഷണപത്രം വാങ്ങി ഉപേക്ഷിക്കുന്നതായ ആ ഒരു രീതി അവലംബിക്കുക. ഇല്ല എങ്കിൽ ആരും അറിയാതെ ഉപേക്ഷിക്കുന്നതായ രീതി സ്വീകരിക്കുക. മാനുഷികമായിട്ട് ചെയ്യാവുന്നതായ, അന്ന് പ്രത്യേക സാഹചര്യത്തിൽ ചെയ്യാവുന്നതായ രണ്ട് വഴികളാണിത്. എന്നാൽ അതിൽ നിന്ന് വ്യക്തമായിട്ട് മനുഷ്യൻ്റെ യുക്തിക്കും ചിന്തയ്ക്കും അതീതമായിട്ട് ദൈവത്തിൻ്റെ ഇടപെടൽ എങ്ങനെയാണ് മനുഷ്യ ജീവിതത്തിൽ നടക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതായ ദൈവിക ഇടപെടലായിട്ട് ഇതിനെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ദൈവ പൈതലിനെയും മാതാവിനെയും സംരക്ഷിക്കുന്നതായ ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കുവാൻ പോകുകയാണ് എന്നുള്ളതായ ആ ഒരു ദൈവിക സന്ദേശം തൻ്റെ നിലപാടുകൾ മാറ്റുവാനായിട്ട് ഇടയായി തീർന്ന ഒന്നായിട്ട് നാം കാണുന്നുണ്ട്. എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇതാകുന്നു നീ ചെയ്യേണ്ടത് എന്ന് വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നതായ ദൈവത്തിൻ്റെ സന്ദേശം ഇത് ഉൾക്കൊള്ളുവാനായിട്ട് ഇടയായി തീരുക. പക്ഷെ ഇവിടെ തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിക്കുന്നതായ ഈ പശ്ചാത്തലത്തിൽ ഈ ജോസഫിൽ നാം കാണുന്നതായ ചില പ്രത്യേകതകൾ നമ്മളെ ജീവിതത്തെയും ഒരു ദൈവിക ഭാവത്തിൽ വളർത്തുവാൻ സഹായിക്കുന്ന ഒന്നായിട്ട് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഒന്നാമതായിട്ട് ഒരു നീതിബോധം എങ്ങനെ അത് വളർത്തിയെടുക്കുവാൻ സാധിക്കും? ലോകപരമായിട്ടുള്ളതോ തൻ്റേതായ ചിന്താഗതിയിൽ നിന്നും ഉടലെടുക്കുന്നതുമായ നീതിബോധം, അത് ന്യായപ്രമാണത്തിന് അനുസരണമായിട്ട് ലോകപരമായിട്ട് എങ്ങനെയാണ് നിർവഹിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതായ ചിന്ത ഇവിടെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ ജോസഫിനെ പറ്റിയുള്ളതായ വിശേഷണത്തിൽ താൻ നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലാകിയ കൊണ്ടും ഗൂഢമായി അവളെ ഉപേക്ഷിപ്പാൻ താൻ ഭാവിച്ചു എന്നാണ് കാണുന്നത്. ഒരു നീതിമാനായ ഒരു മനുഷ്യനായിട്ട് ജോസഫിനെ ഇവിടെ ചിത്രീകരിക്കുന്നുണ്ട്. എന്നാൽ തൻ്റെ നീതിബോധം ലോകപരമായിട്ടുള്ളതായ ചിന്താഗതിയിൽ നിന്ന് ഉടലെടുത്തതായ നീതിബോധമായിട്ട് അതിനെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സാമൂഹ്യ രംഗങ്ങളിൽ, ജീവിത സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, ഏത് രീതിയിലാണ് പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് വ്യക്തമായിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ട്. അവിടെ ആ നീതിബോധത്തിലാണ് ഈ ഒന്നുകിൽ വിസ്താരത്തിലൂടെ അവൾ കുറ്റക്കാരിയാകുന്നു എന്ന് ചിത്രീകരിക്കാൻ സാധിക്കും, ഇല്ല എങ്കിൽ ഒന്നും അറിയാതെ ഉപേക്ഷിക്കുന്നതായ ആ ഒരു അവസ്ഥയിൽ ജീവിക്കാൻ സാധിക്കും. ഈ കന്യക മറിയാമിൻ്റെ ജീവിതത്തിൽ ഒരു കളങ്കം സൃഷ്ടിക്കാനായിട്ട് ജോസഫ് ഒരിക്കലും ശ്രദ്ധിച്ചിട്ടില്ല. അവൾക്ക് ലോക അപവാദം ഉണ്ടാകണമെന്നുള്ളതായ താല്പര്യം ഒരിക്കലും വെളിപ്പെടുത്തുന്നില്ല. ഈ ലോകാപവാദം വരാതെ അവളെ കാത്തു സൂക്ഷിക്കാനായിട്ടുള്ളതായ ആ ഒരു വലിയ ചിന്ത തൻ്റെ ജീവിതത്തിലുണ്ട്. ഇത് ഒരു വ്യക്തിയുടെ നീതിബോധം, ലോകപരമായിട്ടുള്ളതായ നീതിബോധത്തെ പറ്റിയുള്ളതായ ചിന്ത നമ്മെ ഓർപ്പിക്കുന്ന ഒന്നാണ്. എന്നാൽ ആരാണ് നീതിമാൻ?
എപ്രകാരം തൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഒന്നുകിൽ ആരോപണങ്ങൾ ഉയർത്തി അവളെ നിഷ്കാസനം ചെയ്യാൻ സാധിക്കും. ഒരുപക്ഷെ ഇന്നത്തെ നമ്മുടെ ലോകപരമായിട്ടുള്ള ചിന്തകളിലെല്ലാം എങ്ങനെ അവരനെ ഇല്ലാതെയാക്കുവാൻ സാധിക്കും, അവനെ അപമാനിക്കുവാൻ സാധിക്കും, അതിനുവേണ്ടി പല രീതിയിലുള്ളതായ സാമൂഹ്യ മാധ്യമങ്ങളെല്ലാം ഉപയോഗിച്ച് മനുഷ്യർ ഇന്ന് വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നിർവഹിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റൊരു വ്യക്തിക്ക് ദോഷം വരാതെ, മറ്റൊരു വ്യക്തിക്ക് വേദനയുണ്ടാകാതെ, മറ്റൊരു വ്യക്തിക്ക് അപമാനം ഉണ്ടാകാതെ ആ വ്യക്തിയെ സൂക്ഷിക്കുക എന്നുള്ളതായ ആ ഒരു മനോഭാവം പുലർത്തുന്ന ഒരു വ്യക്തിയായിട്ട് ജോസഫിനെ കാണുന്നുണ്ട്. അതുകൊണ്ട് നാം ആയിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റുള്ളവരിലെ നന്മ കാണുവാനും അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അവരെ സംരക്ഷിക്കുവാനുള്ളതായ ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ള ബോധം എല്ലായ്പ്പോഴും നമ്മെ ഭരിക്കേണ്ടത് ആവശ്യമാണ്. സഹജീവികളെ സഹാനുഭൂതിയിലൂടെ കാണുവാൻ എങ്ങനെ സാധ്യമായി തീരും? അവിടെ ആ ഒരു വ്യക്തിയെ ഇല്ലാതെയാക്കുകയല്ല, പിന്നെ ആ വ്യക്തിയെ വീണ്ടെടുക്കുന്നതായ പ്രവർത്തനം എങ്ങനെ സാധ്യമാകും? ഇത് മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ എങ്ങനെ സാധ്യമായി തീരും? ഇവിടെയാണ് ജോസഫിൻ്റെ പ്രത്യേകത, അവൻ നീതിമാൻ എന്ന് പറയുന്നത്. എന്നാൽ ലോകപരമായ നീതിയുടെ അവസ്ഥയിൽ നിന്ന് ദൈവികമായിട്ടുള്ളതായ ഇടപെടൽ മനസ്സിലാക്കുന്നതായ ജോസഫ് അവിടെ ഒരു നീതിയുടെ ഒരു പ്രത്യേകത വെളിപ്പെടുത്തുന്നുണ്ട്. അതായത് ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ പദ്ധതി ലോകത്തിൽ വെളിപ്പെടുത്തുന്നതാണ്. മാനുഷികമായിട്ട് പ്രമാണങ്ങളിലൂടെ നീ പ്രാപിച്ചിരിക്കുന്നതായ നീബോധമുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ നീതി സർവരെയും രക്ഷിക്കുന്നതായി വീണ്ടെടുക്കുന്നതായ ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്. ആരെയും ഉപേക്ഷിക്കുന്നതായ ഒന്നല്ല, എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതായ ദൈവത്തിൻ്റെ പ്രവർത്തനമാണ് എന്ന് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ദൈവഹിതത്തിന് അനുസരണമായിട്ട് ജീവിതത്തെ നയിപ്പാൻ ഇടയായി തീരുക. ആ ദൈവഹിതത്തിന് വിധേയപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ നയിക്കുമ്പോൾ ആ ദൈവിക നീതി എന്താകുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതാകുന്നു ജോസഫിൽ ഉണ്ടാകുന്നതായ മാറ്റം, തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ വ്യത്യസ്ത അനുഭവം എന്ന് നാം കാണുന്നുണ്ട്. ഇവിടെ ദൈവത്തിൻ്റെ ഇടപെടൽ ഓരോ വ്യക്തികളിലും ഉണ്ടാകുന്നുണ്ട്. ഞാൻ ചിന്തിക്കുന്നതായ സാഹചര്യങ്ങളിൽ, എൻ്റേതായ തീരുമാനങ്ങൾ എടുക്കുന്നതായ സാഹചര്യങ്ങളിൽ, എൻ്റെ വഴിയെ ഞാൻ പോകുമ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നീ ഇതിലേ പോകൂ, ഇതിലേ നടക്കൂ, ഇതാകുന്നു നല്ല പാത എന്ന് കാണിച്ച് നമ്മെ വഴികാട്ടുന്നതായ ദൈവം, ആ ദൈവഹിതം തിരിച്ചറിഞ്ഞ് ദൈവത്തോടൊത്ത് ആയിരിക്കുന്നതായ ജീവിത അനുഭവം ആവശ്യമാണ്. ഇവിടെ ദൈവിക ഹിതം തിരിച്ചറിഞ്ഞ് ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വപ്നം നമ്മുടെ സ്വപ്നമായി മാറുന്നതായ അനുഭവമാണ് ജോസഫിലൂടെ നാം കാണുന്നത്. എൻ്റേതായ സ്വപ്നം എനിക്കുണ്ട്. എൻ്റെ ഭാവി എങ്ങനെയായിത്തീരണം, എൻ്റെ ദാമ്പത്യ ജീവിതം എങ്ങനെയായിത്തീരണം, എൻ്റെ പ്രവർത്തന മേഖലയിൽ എങ്ങനെ ഞാൻ ആയിത്തീരണം എന്നുള്ളതായ ചിന്ത എന്നെ ജീവിത സാഹചര്യത്തിൽ എൻ്റെ ഒരു സ്വപ്നമായിട്ട് ഞാൻ കാത്തുസൂക്ഷിക്കുന്നതാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണ്? ദൈവിക പദ്ധതിയിൽ നീ എങ്ങനെയാണ് പങ്കാളിയായി മാറുന്നത്? ഈ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുമ്പോൾ എങ്ങനെയാണ് നിൻ്റെ ജീവിതം ഭാവിയിൽ ആയിത്തീരേണ്ടത് എന്ന് വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നതായ ദൈവിക സന്ദേശമായിട്ട് ഇത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവം കാട്ടുന്ന വഴിയിലൂടെ, ദൈവം കാട്ടുന്ന മാർഗത്തിലൂടെ ദൈവത്തോടൊത്ത് യാത്ര ചെയ്യുവാൻ ഇടയായി തീരുക. ഇന്ന് നാം ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ സ്വപ്നത്തിന് അതിൻ്റെ പ്രത്യേകത നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന വ്യക്തികളാണ്. ഈ ദേവാലയ നിർമ്മാണം തന്നെ ഒരു സ്വപ്നമായിരുന്നു. എന്നാൽ അതിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടായി എന്ന് ഓരോ ഘട്ടത്തിൽ ഇന്നലെ ഇവിടെ ഓർപ്പിക്കുമ്പോൾ പ്രാർത്ഥനയിലൂടെ ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ അർപ്പിച്ചതായ ഒരു സമൂഹം നമ്മുടെ സ്വപ്നത്തെ ഈ ദൈവത്തിൻ്റെ സ്വപ്നമാക്കി മാറ്റുന്നതായ
ആ ഒരു വലിയ പ്രവർത്തനമായിട്ട് ഇത് മാറി. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വപ്നത്തിൽ പങ്കാളികളായി ദൈവത്തോട് ചേർന്ന് പ്രവർത്തിച്ചതായ ഒരു സമൂഹത്തിൻ്റെ അർപ്പണമായിട്ട് ഇതിനെ കാണുവാനായിട്ട് ഇടയായിത്തീരുന്നുണ്ട്. അതുകൊണ്ട് ഓരോ ജീവിത സാഹചര്യങ്ങളിലും നമ്മുടേതായ രീതിയിൽ നമ്മുടെ ചിന്തകളും വിചാരങ്ങളും മുന്നോട്ട് നയിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നീ ഇതിലേ പോകൂ, ഇതാകുന്നു വഴി, ഇങ്ങനെ പ്രവർത്തിക്കൂ എന്ന് അരുൾ ചെയ്യുന്നതായ ദൈവത്തിൻ്റെ ശബ്ദം, മൃദുലമായ സ്വരം, ദൈവത്തിൻ്റെ ഇടപെടൽ ഇത് അനുഭവമാകുവാൻ നമുക്കിടയായി തീരണം. ഇത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സാധ്യമായി തീരുന്നു. നിനക്ക് ഒരു സ്വപ്നമുണ്ട്, എന്നാൽ ആ സ്വപ്നം ദൈവത്തിൻ്റെ സ്വപ്നമായിട്ട് എങ്ങനെ മാറുവാൻ സാധിക്കും? ഇവിടെയാകുന്നു ജോസഫ് ദൈവശബ്ദം കേൾക്കുന്നത്. ദാവീദിൻ്റെ മകനായ യോസേഫേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. ഈ ദൈവിക സന്ദേശം ഒരു പുതിയ സ്വപ്നമായിട്ട് കാണുകയാണ്. എൻ്റേതായ രീതിയിൽ ഞാൻ പോകുമ്പോൾ, അവിടെ ഉപേക്ഷിച്ച് എൻ്റെ ജീവിതത്തെ എൻ്റെ ഹിതപ്രകാരം നയിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവളെ ഉപേക്ഷിക്കുകയല്ല, അവളെ ചേർത്ത് നിർത്തി ദൈവാത്മാവിലാണ് ഇത് സാധ്യമായത് എന്നുള്ള ബോധത്തോടുകൂടെ അന്ത്യം വരെയും അവളോടുകൂടെ പോകുക എന്നുള്ളതായ ദൈവശബ്ദമാണ് ഇവിടെ കേൾക്കുന്നത്. ഇത് ഓരോ വ്യക്തിയെയും ഒരു പുതിയ അനുഭവത്തിലേക്ക് നയിക്കുന്നതാണ്, ഒരു രൂപാന്തര അനുഭവത്തിലേക്ക് നയിക്കുന്നതാണ്. ഈ ജോസഫിൻ്റെ ജീവിത യാത്രയിൽ പിന്നീട് ഓരോ ഘട്ടങ്ങളിൽ മറിയത്തെ കൂടെ ചേർത്തുകൊണ്ട് യാത്ര ചെയ്തു പോകുന്നതായ സാഹചര്യങ്ങളിൽ പിറക്കുവാൻ ഇടമില്ല, അതിനുവേണ്ടി ഒരു സത്രം അന്വേഷിക്കുന്നതായ സാഹചര്യങ്ങളിൽ അവിടെ സ്ഥലമില്ല, പുൽത്തൊട്ടിൽ ഈ പൈതലിന് ജാതം നൽകുവാനായിട്ട് മാതാവിനെ ആക്കുന്നതായ സാഹചര്യത്തിൽ, അതിനുശേഷം പൈതങ്ങളെ എല്ലാം കൊല്ലുവാനുള്ളതായ രാജാവിൻ്റെ കൽപ്പന വന്നപ്പോൾ അമ്മയും കുഞ്ഞിനെയും കൊണ്ട് പലായനം ചെയ്യുന്നതായ സാഹചര്യത്തിൽ, പിന്നീടുള്ളതായ ജീവിത സാഹചര്യങ്ങളെല്ലാം തന്നെ ഈ മറിയത്തോട് ചേർന്ന് നിന്നതായ ജോസഫിനെയാണ് നമ്മൾ കാണുന്നത്. ഇതാണ് ദൈവത്തിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാനായിട്ട് ദൈവസന്നിധിയിൽ വിനയപ്പെട്ടുകൊണ്ട് സമർപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ജീവിതമായിട്ട് ഈ ജീവിതത്തെ നമ്മൾ കാണുന്നത്. എന്നാൽ പിന്നെ പറയുന്നൊരു കാര്യമുണ്ട്, നീ പൈതൽ ആരായിരിക്കും, നീ അവന് യേശു എന്ന് പേർ വിളിക്കണം എന്ന് പറയുമ്പോൾ, അത് സകലരെയും രക്ഷിക്കുന്നതായ, ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കുന്നതായ ഒരു പൈതലാണ് ജനിക്കുവാൻ പോകുന്നത് എന്ന് വ്യക്തമായിട്ട് ഓർപ്പിച്ചുകൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറയുന്നു. ഇവിടെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത്, പിന്നീട് സംഭവിക്കുന്നത്, അവൻ യേശു എന്ന് പേർ വിളിച്ചു, മകന് അവൻ യേശു എന്ന് പേർ വിളിച്ചു. 24-ാം വാക്യത്തിൽ ജോസഫ് ഉറക്കമുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ഭാര്യയെ ചേർത്തുകൊണ്ട് മകനെ പ്രസവിച്ചു, മകന് യേശു എന്ന് പേർ വിളിച്ചു. എത്ര ധന്യമായിട്ടുള്ളതായ ജീവിതമാണ്. ദൈവത്തോട് ചേർന്ന് ജീവിക്കുമ്പോൾ നമ്മുടെ വിശ്വാസവും നമ്മുടെ സമർപ്പണവും, ദൈവഹിതം അനുസരിപ്പാനുള്ളതായ നമ്മുടെ മനോഭാവവും രക്ഷയുടെ അനുഭവത്തിലേക്ക് സകലതയും നയിക്കുന്നതായ ദൈവത്തിൻ്റെ ഇടപെടൽ സാധ്യമാകുവാനായിട്ട് ഇടയായിത്തീരുന്നു. ഇത് വ്യക്തമായിട്ട് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഒരു രക്ഷകനെ ലോകത്തിന് നൽകുവാനായിട്ട്, ആ രക്ഷകൻ സകലരുടെയും അവരുടെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നതായ ദൈവമായിട്ട് നമ്മുടെ മധ്യത്തിൽ ആയിരിക്കാൻ, അതിന് വേണ്ടതായ സാഹചര്യങ്ങൾ ഒരുക്കിയതായ ഒരു വ്യക്തി, ജോസഫിൻ്റെ സ്ഥാനം വളരെ പ്രാധാന്യമുള്ളതാണ്. ഉറക്കമുണർന്ന് കർത്താവ് അരുൾ ചെയ്തതുപോലെ സകലതും നിവർത്തിച്ചതായ ഒരു വ്യക്തി. ഉറക്കത്തിലെ സ്വപ്നം അത് ജീവിതത്തിൻ്റെ അനുഭവമാക്കി മാറ്റുന്നതായ സാഹചര്യം, ആ ജീവിത സാഹചര്യങ്ങളിൽ ഉറക്കത്തിൻ്റെ അനുഭവമല്ല, പിന്നെ ഉണർന്ന് പ്രവർത്തിക്കാനുള്ളതായ ഒരു ജീവിത അനുഭവമായിട്ട് അതിനെ കാണുന്നതായ ദൈവിക ഇടപെടൽ. അവിടെ ഈ അമ്മയെ
അല്ലെങ്കിൽ മറിയത്തെയും കുഞ്ഞിനെയും സംരക്ഷിക്കുന്നതായ വലിയ പ്രവർത്തനം, യേശു എന്ന് പേർ വിളിച്ചുകൊണ്ട് ആ ഒരു പൈതലിനെ വളർത്തുന്നതായ, ഒരു ഭവന അന്തരീക്ഷത്തിൽ വളർത്തുന്നതായ, ലോകപരമായിട്ടൊരു പിതാവുണ്ട് എന്ന് പറയത്തക്ക രീതിയിൽ ആ പൈതലിനെ വളർത്തുന്നതായ ആ ഒരു വലിയ അനുഭവം ഇവിടെ കാണുന്നുണ്ട്. ദൈവമാണ് സകലത്തിൻ്റെയും കാരണഭൂതൻ, ദൈവമാണ് എന്ന് പിതാവ് എന്ന് പറയുമ്പോൾ തന്നെയും ലോകപരമായിട്ട് ഒരു പിതാവിൻ്റെ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് യേശുക്രിസ്തുവിനെ തൻ്റെ ദൗത്യത്തിന് വേണ്ടി ഒരുക്കുന്നതായ വലിയ പ്രവർത്തനം ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. പലപ്പോഴും ദ ഫെയ്ത്ത് ആൻഡ് ദ ഒബീഡിയൻസ് ഓഫ് ദ ഇൻഡിവിജ്വൽ, ദ സെയിം ടൈം ദ റിഡംപ്റ്റീവ് ഗ്രേസ് ദാറ്റ് വി റിസീവ് ആൻഡ് ഷെയർ ഇൻ അവർ ലൈഫ്. ഇവിടെ ദൈവത്തോട് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ദൈവിക പദ്ധതിയിൽ പങ്കാളിയായി ഈ ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് സഹായിക്കുന്ന ഒരു വ്യക്തിയായിട്ട് യോസഫിനെ നമുക്ക് കാണുന്നുണ്ട്. നമ്മായിരിക്കുന്ന സാഹചര്യങ്ങളിൽ മാതാപിതാക്കൾ, മക്കൾ, ബന്ധങ്ങൾ ദൈവത്തിൽ തങ്ങളെ തന്നെ സമർപ്പിച്ച് മുന്നോട്ട് പോകുന്നതായ സന്തോഷ അനുഭവം എത്ര ശ്രേഷ്ഠമാണ്. ഒരു പൈതലിൻ്റെ വളർച്ചയിൽ മാതാവിനും പിതാവിനും സ്ഥാനമുണ്ട്. ആ പൈതലിൻ്റെ വളർച്ചയിൽ പൈതൽ വളർന്ന് ആരായി തീരും എന്നുള്ളതായ ചിന്ത അവരെ ഭരിക്കുന്നുണ്ട്. അവിടെ ദൈവത്തിനും മനുഷ്യർക്ക് പ്രസാദകരമായിട്ട് ഈ പൈതൽ വളരണം. ഈ പൈതൽ രക്ഷകനായിട്ട് മറ്റുള്ളവരെ രക്ഷിക്കുന്ന ദൈവപുത്രനായിട്ട് കാണപ്പെടണം. ഇത് വലിയൊരു താല്പര്യമായിട്ട് കാത്തു സൂക്ഷിക്കുക. അതുകൊണ്ട് ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തോടൊത്ത് യാത്ര ചെയ്യുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കുന്നു. നാം ഒരുമിച്ച് ചേർന്ന് വന്ന് ഈ ആഗമനകാലം പ്രത്യേകിച്ച് ക്രിസ്തുവിൻ്റെ തിരുജനത്തെ ആഘോഷിക്കുവാൻ ഒരുങ്ങുമ്പോൾ ദൈവം എപ്രകാരമാകുന്നു ഒരു വ്യക്തിയെയും കുടുംബത്തെയും അതിനൊരുക്കുന്നത്. നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? എങ്ങനെ ഈ നീതിബോധം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വളർത്തിയെടുക്കുവാൻ സാധിക്കും? നമ്മുടേതായിട്ടുള്ളതായ ചിന്തകൾ, ആലോചനകൾ, സ്വപ്നങ്ങൾ, അതിനപ്പുറമായിട്ട് ദൈവഹിതം എങ്ങനെ നിറവേറ്റുവാൻ സാധിക്കും, മനസ്സിലാക്കുവാൻ സാധിക്കും? ജീവിതയാത്രയിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? വിശ്വാസത്തോടുകൂടെ, അർപ്പണത്തോടുകൂടെ ദൈവം കൽപ്പിക്കുന്നത് പോലെ നിറവേറ്റുവാൻ, പ്രവർത്തിപ്പാൻ എങ്ങനെ സാധ്യമായി തീരും? ദൈവമേ, അതിനെന്നെ സഹായിക്കണമേ. എൻ്റെ ഇടവകയിലെ പങ്കാളിത്തം എന്നെ മുഖാന്തരമായി തീരണമേ. മറ്റുള്ളവരുള്ളതായ ഞങ്ങളുടെ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുമ്പോൾ അത് സാധ്യമാക്കണമേ. ഞാൻ മാത്രമല്ല, പിന്നെയോ എന്നോടൊപ്പമുള്ളതായ ദൈവം, ഈ ദൈവം എന്നെ അതിശയകരമായി വഴി നടത്തുന്ന ദൈവമാണ്. ഞാൻ ആഗ്രഹിക്കുന്നതിനപ്പുറമായി എന്നെ കരുതുന്ന ദൈവമാണ്. എൻ്റെ ആവശ്യങ്ങൾ കൂടെയുള്ള ദൈവമാണ്. ആ ദൈവത്തിൻ്റെ ദിവ്യമായിട്ടുള്ള പരിപാലന അനുഭവിച്ചുകൊണ്ട് ദൈവത്തോടൊത്ത് അനുഗ്രഹകരമായി ജീവിപ്പാൻ, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാൻ നമ്മെ തന്നെ ദൈവങ്ങൾ സമർപ്പിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ. ഈ ദേവാലയം, ആരാധനാ സമൂഹം ദേശത്തിന് അനുഗ്രഹകരമായിട്ട്, സഭയ്ക്ക് പ്രയോജനകരമായിട്ട്, അഭിമാനകരമായിട്ട് എന്നും നിലനിൽക്കുവാൻ ദൈവം തുണയ്ക്കട്ടെ. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മെ ശക്തിപ്പെടുത്തട്ടെ.